നമസ്കാരം. ഇന്ന് നാം കണ്ടുവരുന്ന ഒരു വിപത്താണല്ലോ സ്ത്രീധന സമ്പ്രദായവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കൊലപാതകങ്ങളും പ്രശ്നങ്ങളും. അതിന്റെ ചെറിയൊരു ദൃശ്യാവിഷ്കാരമാണ് ഞങ്ങൾ ഇതിലൂടെ കാണിക്കുന്നത്. ഞങ്ങൾ അവതരിപ്പിക്കുന്നു കാഴ്ചകൾക്കും അപ്പുറം. വേഗം പറയും, കോളേജ് കോളേജിലോ അത് നടക്കുന്നു തോന്നുന്നില്ല. എനിക്ക് നമ്മളെ വീട്ടിലെ സാഹചര്യമൊക്കെ അറിയണമല്ലോ മോളെ. സാരല്ലമ്മ, എനിക്കറിയാം നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച് പോയിട്ടും മോളമ്മ ഇത്രയൊക്കെ പഠിപ്പിച്ചില്ലേ, അതന്നെ അല്ലാണ്ട് ഒരു കൈ കൊണ്ടാ. എനിക്കറിയാം മോള് നല്ല പഠിക്കുന്ന കുട്ടിയാണ്. ഒരു കാര്യം പറഞ്ഞാ മോള് സമ്മതിക്കണം. എന്താ അമ്മ നിങ്ങൾ വിഷമിക്കാതെ പറഞ്ഞു, എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കും. അത് മോളെ, മോക്ക് നല്ലൊരു കല്യാണക്കാരായിട്ട് മാവാൻ വന്നിട്ടുണ്ട്. നമ്മളെ സാഹചര്യമൊക്കെ അറിഞ്ഞു വന്ന കൂടുതലാ. ഇല്ല, അവൾ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ വിവിധ സാഹചര്യങ്ങൾ കൊണ്ട് വിവാഹം കഴിക്കേണ്ടി വന്ന ഹിബയ്ക്ക് പിന്നീട് തുടർന്ന് പഠിക്കാനോ അവളുടെ ഉമ്മയെ ഒന്ന് കണ്ട് സങ്കടങ്ങൾ പറയാനോ പറ്റാത്ത സാഹചര്യമായി. അവൾ ഗർഭിണിയായി. ഭർത്താവ് വിദേശത്തേക്ക് പോയി. ജീവരക്ഷണം ഇവരെ കാണില്ലേ, അതിലൂടെ കോടതി നിയമത്തുണ്ട്. അത് നോക്കിക്കോളും. നീയുമായി വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇനി ബന്ധം വേണ്ട. എനിക്ക് എന്തെങ്കിലും പഠിക്കണം. നിന്നെപ്പോലൊരു ഡോക്ടറാവാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി വേണം. എന്തിനും എന്റെ സഹായമുണ്ട്. പിന്നീട് ഹിബ തുടർന്ന് പഠിക്കുകയും സ്വന്തമായി വരുമാന മാർഗം കണ്ടെത്തുകയും അവളുടെ ഉമ്മാക്കും മറ്റു സ്ത്രീകൾക്കും ഉപജീവനത്തിനായി ഒരു സംരംഭം ആരംഭിക്കുകയും അങ്ങനെ ജീവിതം ഭദ്രമാക്കുകയും ചെയ്തു. അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്നതുവരെ മാത്രമേ ഏതൊരു പെണ്ണിനും പൂർണ്ണ സുരക്ഷയുള്ളൂ. അത് കഴിഞ്ഞാൽ അവൾക്ക് ചുറ്റും കഴുകന്മാരായിരിക്കും. പെണ്ണായാൽ വെളിച്ചമാകണം, ഊർജമാകണം. അവൾ ആരുടെയും അടിമയല്ല. ശാരീരിക മാനസിക ഉപദ്രവങ്ങൾ നേരിടേണ്ട ആവശ്യം അവൾക്കില്ല. അവൾക്ക് താങ്ങായി അവൾ തന്നെ. അവൾ കൺപിലിയിൽ ഒളിപ്പിക്കുന്നത് കണ്ണുനീരല്ല, കാഴ്ചകൾക്കും അപ്പുറത്തെ മനസ്സിലെ ആഗ്രഹങ്ങളെയാണ്. ഒന്നിലും തളരാതെ നമ്മൾ മുന്നോട്ട്.